യേശുവിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ജുബിലാത്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങളെ കാരുണ്യവാനായ കർത്താവ് അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തുന്നു എന്നതിൽ വലിയ സന്തോഷം. കർത്താവിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാം ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതും നാം കൂടെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നതും വചനം കേൾക്കുന്നതും എല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ വീഴ്ചകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തി പ്രാപിക്കണം, ബലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവികമായ ശക്തി ചോർന്നു പോകുന്നതിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. ആ കാര്യത്തിലേക്കാണ് ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ശക്തി ചോർന്നു പോകുന്നത് എപ്പോഴാണെന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-25 തിരുവചനങ്ങളിൽ വളരെ പ്രൗഢമായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്: അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവവും നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ. ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ പാപം ക്ഷമിക്കപ്പെടാതെ പോകുന്നു. ഇങ്ങനെ പാപം ക്ഷമിക്കപ്പെടാതെ പോകുമ്പം ഉണ്ടാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മുടെ ശക്തി നമുക്ക് ചോർന്നു പോകുന്നു എന്നുള്ളത്. അപ്പം ശക്തി ചോർന്നു പോകാൻ ഇടയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാപക്ഷമാപണം നമുക്ക് ലഭിക്കാതെ പോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്നു എന്നതാണ്. യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണം. യേശു പറഞ്ഞ ആ പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിക്കുവാനും അതുപോലെ പ്രവർത്തിക്കാനും യേശു നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അങ്ങനെ ഒരു പുതിയ കൽപ്പന യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പം യേശു അവരോട് പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം എന്ന് യേശു പറയുകയാണ്. യേശു തൻ്റെ ജീവിതത്തിൽ ആരൊക്കെ ശത്രുവായിട്ട് വന്നോ
ശത്രുവായി വന്നവരോടെല്ലാം തിരിച്ച് പ്രതികാരം ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവിനെയാണ് നമ്മൾ കുരിശിൽ കാണുക. യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 27-28 തിരുവചനങ്ങളിലൂടെ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചു. യേശു പഠിപ്പിച്ചു, എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടെ കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിങ്ങളോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. യേശു ഇത് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഇത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഇങ്ങനെ ശത്രുവിനെ സ്നേഹിക്കാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശത്രുവിനെ അനുഗ്രഹിക്കാനും പറഞ്ഞ യേശുവാണ്. യേശു അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ക്ഷമിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ വ്യക്തിയായിട്ട് നമ്മൾ മാറണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് യേശു കുരിശിൽ ചെയ്തത്. ആ മാതൃകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മളത് പരാജയമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണക്കാക്കുന്നത്. അത് പരാജയമല്ലെന്നും അതാണ് യഥാർത്ഥ വിജയമെന്നും യേശു നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിത അവസ്ഥ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നമുക്ക് തിന്മയെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. തിന്മയോട് നമുക്ക് പോരാടാൻ ഇങ്ങനെ സാധിക്കൂ. ഇത് വ്യക്തികൾക്ക് ഹൃദയത്തിൽ മാറ്റം കൊടുക്കുന്ന വലിയ ഒരു അനുഭവമാകും എന്ന് യേശു നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. യേശു നമ്മളോട് പറയുകയാണ്, നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാത നീ നിൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കണം. ഈ പാത നിൻ്റെ ജീവിതത്തിൽ നീ തിരഞ്ഞെടുത്താൽ നീ പരാജയപ്പെടുകയില്ല, നീ വിജയിക്കും. നിൻ്റെ ശക്തി ചോർന്നു പോകുകയില്ല, നീ ശക്തനായിട്ട് മാറും. ഒരു ശക്തനായിട്ട് മാറാൻ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടാകാതിരിക്കുക, വിരോധമുണ്ടാകാതിരിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സമരമാണ്, സ്പിരിച്വൽ വാർ. തിന്മയോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ വാറാണിത്. നമ്മളെ വേദനിപ്പിക്കുന്നവരോടും നമ്മളെ പീഡിപ്പിക്കുന്നവരോടും അവരെ അനുഗ്രഹിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുക എന്നത് ഒരു സ്പിരിച്വൽ വാറാണ്. പൈശാചിക ശക്തികളോടുള്ള നമ്മുടെ ഏറ്റവും വലിയ സമരം ഇങ്ങനെയാണ്. ഇങ്ങനെ സമരം ചെയ്താൽ നമുക്ക് നിശ്ചയമായിട്ടും ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കും എന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിക്കുകയാണ്. മറിച്ചാണെങ്കിലോ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം
26ഉം 27ഉം തിരുവചനത്തിൽ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. കോപിക്കാം, എന്നാൽ നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത്. കാരണം അല്ലെങ്കിൽ നീ പിശാചിന് അവസരം കൊടുക്കും. പിശാചിന് നമ്മൾ അവസരം കൊടുക്കും. എപ്പം? നിന്നെ ദ്രോഹിക്കുന്ന വ്യക്തിയോട് നിനക്ക് വെറുപ്പും വിരോധവും, അവരോട് നിനക്ക് വൈരാഗ്യവും, പ്രതികാരം ചെയ്യണമെന്നുള്ള ആഗ്രഹവും നിൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നീ പിശാചിന് അവസരം കൊടുത്തിരിക്കുക. നീ മറ്റുള്ളവരുടെ ദ്രോഹം അനുഭവിക്കുന്നു. ഒരു വശത്ത് നീ മറ്റുള്ളവരുടെ ദ്രോഹം അനുഭവിക്കുന്നു, മറുവശത്ത് പിശാചും നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 തരത്തിലുള്ള പീഡനത്തിൻ്റെ നടുവിലാണ് നീ. ആ വഴികളിൽ നിന്ന് നിനക്ക് മോചനം വേണോ? എങ്കിലും നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 നിനക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കുന്ന ജീവിതത്തിലേക്ക് നിൻ്റെ ജീവിതം ഉയരണം. നിന്നെ സ്വാധീനിച്ച് വെറുപ്പിലൂടെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ തെറ്റായ ശക്തികൾക്ക് എതിരെ ഉള്ള നിൻ്റെ ആത്മീയ പോരാട്ടം, അത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വെറുപ്പിൽ നിന്നും നിൻ്റെ മനസ്സ് പുറത്തു കടക്കുക എന്നതാണ്. ആ ഒരു അനുഗ്രഹത്തിനായി ഇന്നേ ദിവസം പ്രത്യേകം നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.
യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുനാഥൻ തിരുവോസ്തി രൂപനായി നമ്മുടെ മുമ്പിലിതാ ആഗതനായിരിക്കുന്നു. ആ യേശുവിൻ്റെ സവിധത്തിലേക്ക് നമുക്ക് നോക്കാം. കർത്താവ് എബ്രായ ലേഖനം 12-ാം അധ്യായം 14-15 വചനങ്ങളിൽ ഇങ്ങനെ നമ്മളെ ഓർപ്പിച്ചു: എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ആരാധനാ സമയം നമ്മളെ ഓരോരുത്തരെയും ഒരു പ്രത്യേക വിഷയം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ കൂടെ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. അതെങ്ങനെയാണ് കൂടെ ദൈവകൃപ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? നമ്മളിൽ പലരുടെയും ഹൃദയത്തിൽ വിദ്വേഷത്തിൻ്റെ വേര് കിടപ്പുണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ വേര് എന്തുമാത്രം വലുതാണെന്നറിയാൻ ആഴങ്ങളിലേക്ക് പോയി കുഴിച്ച് ചെന്നാലേ എന്തുമാത്രം ആഴത്തിൽ വേരുകൾ പാഞ്ഞതാണ് ആ വൃക്ഷം എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പലപ്പോഴും പുറമേ നിന്ന് നോക്കുന്ന നമുക്ക് വൃക്ഷത്തിൻ്റെ വേര് എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ പറ്റിയത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലും വിദ്വേഷം എന്ന വിഷയം ഉണ്ടെങ്കിൽ വിദ്വേഷത്തിൻ്റെ വേരുകൾ എന്തുമാത്രം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്ന് പുറമേ നിന്ന് നോക്കുന്ന മറ്റൊരുവനും മനസ്സിലാകില്ല. ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്, വിദ്വേഷം എന്ന വേര് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പുറമേ കണ്ടാലും കണ്ടില്ലെങ്കിലും അതിൻ്റെ വേര് നമ്മളിലുണ്ടെങ്കിൽ ആ വേര് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് കൃപ നഷ്ടപ്പെടാൻ കാരണം വിദ്വേഷം എന്ന വിഷയമാണ്. ആകയാൽ വിദ്വേഷത്തിൻ്റെ ഈ വേരുകളെല്ലാം പറിച്ച് കളയാൻ ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. തുടർന്ന് തിരുവചനം 16-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുക: ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസനന്മാർഗിയോ അധാർമികനോ ആകരുത്. നമ്മൾ വിദ്വേഷം എന്ന പാപം നമ്മളിൽ ഉണ്ടെങ്കിൽ, വെറുപ്പ് വിരോധം എന്ന പാപം നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മളെ അസാൻമാർഗിക ജീവിതത്തിലേക്ക്, അധാർമിക ജീവിതത്തിലേക്ക് നമുക്ക് പോകുവാൻ, തകർന്നു വീഴാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ആരോടും നമുക്ക് വെറുപ്പോ വിരോധമോ ശത്രുതയോ വച്ചു പുലർത്താതിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ഇത് വൃക്ഷത്തിൻ്റെ വേര് പോലെയാണ്, പുറമേ കാണപ്പെടില്ല, എന്നാൽ ആഴത്തിലേക്ക് വേരൂന്നി നിൽക്കുന്ന ഒരു തിന്മയാണ്. ആ തിന്മ പരിപൂർണമായിട്ടും വിട്ട് നമ്മളെ പോകണം. അല്ല എങ്കിൽ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കില്ല. ദൈവത്തെ ദർശിക്കാൻ, ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവകൃപ എന്നും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ്
എബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 20 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. മലയെ സമീപിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നുവെന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ ജെറൂസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ വചനം നമ്മളെ ഓർപ്പിക്കുക, നീ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയായിട്ട് വന്നിരിക്കുന്നത്. എവിടേക്കാണ് നീ വന്നിരിക്കണമെന്ന് നിനക്കറിയാമോ? അതെൻ്റെ മാഹാത്മ്യം നിനക്കറിയാമോ? സീനായ് മലയിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പം മലയെ സമീപിക്കരുതെന്ന് ജനത്തോട് ദൈവം പറഞ്ഞു. അത് മലയെ സമീപിക്കുന്നത് മനുഷ്യനല്ല, ഒരു മൃഗമാണെങ്കിൽ പോലും അത് കൊല്ലപ്പെടണം. കാരണം ദൈവത്തിൻ്റെ അതിഭയാനകമായ ആ വിശുദ്ധിയുടെ പ്രകാശത്തിന് മുമ്പിൽ നിൽക്കാൻ മനുഷ്യരായ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ അതിശക്തമായ വിശുദ്ധിയുടെ ഭണ്ഡാരമായ ദൈവസാന്നിധ്യത്തിലേക്കാണ്, വിശുദ്ധ കുർബാനയിലേക്കാണ് നിന്നെ നിന്റെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്കുമാണ്, പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെറുപ്പ് എന്ന അശുദ്ധിയുമായിട്ട് നീ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലരുത് എന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുക. ആകയാൽ പ്രിയ സഹോദര, എല്ലാ വെറുപ്പിൻ്റെ വേരുകളും തകർത്ത് വെറുപ്പിലൂടെ ഉണ്ടായ അതിഘോരമായ അശുദ്ധിയുടെ ബന്ധനങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് അനുഗ്രഹം പ്രാപിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമ്മുടെ എല്ലാ വെറുപ്പിൻ്റെ ബന്ധനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പാടാം. നമുക്ക് ജീവിതം നിന്ദയെ തേടുന്നു കരുണാമയ, അതിഘോരമാ എൻ പാപജീവിതം നിന്ദയെ തേടുന്നു കരുണാമയ. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. വഴിവിട്ട ബന്ധങ്ങൾ, അടങ്ങാത്ത മോഹങ്ങൾ, അടിതെറ്റി വീഴുന്നു അതിദാരുണം. കരുണക്കടലേ കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. പ്രിയ സഹോദര സഹോദരി, വെറുപ്പ് എന്തുമാത്രം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ വേരുകളെല്ലാം പിഴുതെറിയപ്പെടണം. യേശുവിൻ്റെ രക്തത്താൽ അതെല്ലാം നിർവീര്യമായി തീരണം. കർത്താവേ, എന്നെ ബന്ധിക്കുന്ന വെറുപ്പിൻ്റെ എല്ലാ അന്ധകാര ശക്തികളും എന്നെ വിട്ടുപോകണമെന്ന് ഞാനിതാ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ പക്കലേക്ക് വരുന്നു. എന്നെ ബന്ധിക്കുന്ന ദുഷ്ടാത്മശക്തികളെ യേശുവിൻ രക്തത്താൽ
നിർവീര്യമാവുക. എന്നെ ബന്ധിക്കുന്ന ദുഷ്ടാത്മശക്തികളെ യേശുവിൻ രക്തത്താൽ നിർവീര്യമാവുക. യേശുവിൻ നാമത്തിൽ വിടുതലും സൗഖ്യവും പാവനാത്മാവിൻ സഹവാസവും നൽകണേ. യേശുവിൻ നാമത്തിൽ വിടുതലും സൗഖ്യവും പാവനാത്മാവിൻ സഹവാസവും നൽകണേ. കരുണക്കടലേ, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കരം കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കുന്നു, കൃപ വർഷിക്കുന്നു, അനുഗ്രഹം വർഷിക്കുന്നു. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു. പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. കരുണക്കടലേ, കരം നീട്ടി എന്നെ കരകയറ്റി ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു. പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.